വിശുദ്ധ യൂദാസ് എഴുതിയ ലേഖനം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ്, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെടുന്നവരും യേശുക്രിസ്തുവിനു വേണ്ടി കാത്തുസൂക്ഷിക്കപ്പെടുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊതുവായ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്കെഴുതാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് വിശുദ്ധർക്ക് ഒരിക്കൽ മാത്രമായി ഏൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്കെഴുതേണ്ടത് ഒരാവശ്യമായി വന്നത്. ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന അധർമ്മികളായ ചില മനുഷ്യർ പണ്ടുതന്നെ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപ ദുർനടത്തത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ ഒരിക്കൽ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു. സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സോദോമിനെയും ഗൊമോറയെയും പോലെ അവയ്ക്ക് സദൃശമായി വ്യഭിചാരത്തിലും ജഡികാസക്തിയിലും മുഴുകിയ ചുറ്റുമുള്ള നഗരങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. അതുപോലെ സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഇവർ ശരീരം അശുദ്ധമാക്കുകയും അധികാരം തിരസ്കരിക്കുകയും മഹത്തുക്കളെ ദുഷിച്ചു പറയുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്നു മാത്രം പറഞ്ഞു. ഇവരാകട്ടെ തങ്ങൾക്കു മനസ്സിലാകാത്തവയെയെല്ലാം ദുഷിക്കുന്നു. വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി ഇവർ മലിനരാകുകയും ചെയ്യുന്നു. ഇവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ ഇവർ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്നു വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ചു മതിക്കുന്ന ഇവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. ഇവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങി കടപുഴകിയ ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ്. ഇവർ തങ്ങളുടെ തന്നെ ലജ്ജയുടെ നുരയുയർത്തുന്ന അലറുന്ന കടൽത്തിരകളാണ്. അലഞ്ഞുതിരിയുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വേണ്ടി കൂരിരുട്ട് എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ആദത്തിൽ നിന്നുള്ള 7-ാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെക്കുറിച്ചാണ്. ഇതാ, കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000-ങ്ങളോടുകൂടെ ആഗതനായിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും മേൽ വിധി നടത്താനും സകലരെയും അധാർമികമായി അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെയും അധർമ്മികളായ പാപികൾ തനിക്കെതിരായി പറഞ്ഞ എല്ലാ പരുഷവാക്കുകളുടെയും പേരിൽ കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു. അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്കൊത്ത വിധം നടക്കുന്നവരും വമ്പു പറയുന്നവരും കാര്യസാധ്യത്തിനു വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വാക്കുകൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ അധാർമികത്വത്തിൻ്റെ ജഡമോഹങ്ങളിൽ ചരിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. ആത്മാവില്ലാത്തവരും ലൗകികരും ഭിന്നിപ്പുണ്ടാക്കുന്നവരുമാണവർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്താൽ നിങ്ങളെ തന്നെ പണിതുയർത്തുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണ കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിയിൽ നിന്ന് പിടിച്ചു കയറ്റി രക്ഷിക്കുവിൻ. ജഡികതയാൽ കളങ്കിതമായ വസ്ത്രത്തെപ്പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി മഹത്വവും പ്രതാപവും ശക്തിയും അധികാരവും സർവകാലത്തിനു മുൻപും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.